ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നാളുകാർക്ക് അതീവ നല്ല സമയമാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് 12 നാളുകാർക്ക് വളരെ നല്ല സമയമാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുനിന്നൊരു 3 നാളെടുത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നുപോയി. അതുകൊണ്ട് ആ ഒരു 3 നാളിൻ്റേത് മറ്റൊരു വീഡിയോ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സൗഭാഗ്യം വരുന്ന നാളിൻ്റെ കൂടെ അത് നമുക്ക് ചേർക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞത്. അതിന് ഇച്ചിരി സമയദോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ 3 നാളുകാർ കുറച്ച് കാര്യങ്ങൾ വീട്ടിലും അമ്പലത്തിലും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാകട്ടോ, അവർക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടെന്നോ ഈ പറയപ്പെടുന്ന സൗഭാഗ്യങ്ങൾ കിട്ടാതെ വരുമെന്നോ ഒന്നും അല്ല കേട്ടോ പറഞ്ഞു വന്നേ. അതിനൊപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് നിങ്ങളുടെ അടുക്കൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം. അപ്പം നമുക്ക് ഈ പറയുന്ന 9 നാളുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി മുമ്പോട്ട് പോകണ്ട, നിങ്ങൾക്കും ദേഷ്യം വരും, എനിക്കും സമയവും പോകും. അപ്പോൾ ആ നാളുകാർ ഇതൊക്കെയാണ്: അവിട്ടം, ചതയം, രേവതി, പൂരുരുട്ടാതി, മകം, വിശാഖം, പുണർദം, ചോതി, പൂരം. ഇതാണ് ആ 9 നാളുകാർ. ഇപ്പം ഈ വൃശ്ചിമാസം പിറന്നപ്പം തൊട്ട് അവർക്ക് വളരെയധികം സമയം നല്ലതാകട്ടോ. അതായത് ഇതിൻ്റെ ഗുണഫലം അവർക്കുണ്ടാകാൻ പോകുന്നത് വൃശ്ചികം 7-ാം തീയതി തൊട്ടാണ് അവർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് വന്നു തുടങ്ങുന്നത് ഈ 1-ാം തീയതി തൊട്ട്, അതായത് ഇന്ന് തൊട്ട് ഒക്ടോബർ 17 വൃശ്ചികം 1 തൊട്ടാണ് നമുക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിയേക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഈ 9 നാൾ പറഞ്ഞെങ്കിൽ പോലും ഈ 9 നാളുകാരുള്ളത് കോടിക്കണക്കിന് ആൾക്കാർ കാണും, ഈ 9 നാളുള്ളവർ. പക്ഷേങ്കിൽ അതിനൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ജനിച്ച ഒരു സമയമുണ്ട്, ദിവസമുണ്ട്, മാസമുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം ഞാൻ ഈ നാളിൻ്റെ ഒരു ഗുണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ ജനിച്ച സമയവും ദിവസവും മാസവും ഒന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം പൊതുവായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് ഞാനെന്നല്ല എല്ലാവരും ഈ കാര്യങ്ങൾ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാളും സമയവും എല്ലാം നമ്മൾ വെച്ചിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അറിയണമെന്നുള്ളവരെന്ത് ചെയ്യണം? നിങ്ങളൊരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് ഞാൻ ഈ പറയുന്ന നാളുകാരൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഈ 9 നാളുകാരും രാത്രി 9:35 ശേഷം ജനിച്ചവരാണെങ്കിൽ ഇവർക്ക് 9:35 10:11 ഇടയ്ക്ക് ജനിച്ചവരാണെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് എവിടെയോ അവർ താമസിക്കുന്ന ഒരു ജില്ല തന്നെ മേടിക്കാനായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതി അവർ കാണുന്നുണ്ട്. ഇവരെന്തോ ഒരു നല്ലൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് അത് തടസ്സം ഇങ്ങനെ മുട്ടി ഇങ്ങോട്ട് വരും. ഇപ്പം നടക്കും, ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടും എന്ന് ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു തടസ്സം വന്ന് വീണ്ടും അതങ്ങ് മാറിപ്പോവും. വീണ്ടും ഒരു കുറച്ച് കഴിയുമ്പോൾ അതിപ്പം നടക്കും കേട്ടോ, ഇപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാളുകാർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ നാളുകാർ ചുമ്മാതെങ്കിലും ഒരു 40 രൂപ പോയെങ്കിൽ പോട്ടേന്ന് ഒരു ലോട്ടറി ഒന്ന് എടുത്ത് നോക്കിക്കോണം. അതുപോലെ നിങ്ങൾ പെര പണിയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം ഈ വർഷം തന്നെ നിങ്ങൾക്ക് നടന്നിരിക്കും. ഈ വർഷം എന്ന് പറഞ്ഞാൽ മകരവിളക്ക്, മകരം, അതായത് ഇന്നിപ്പോൾ നോയമ്പ് നമ്മുടെ വ്രതമാസം തുടങ്ങി വൃശ്ചികം, ധനു, മകരം, ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് പണിക്കുള്ള സർവ്വ കാര്യങ്ങളും നിങ്ങളുടെ നടന്നിരിക്കും. അതുപോലെ ഒരു വിവാഹക്കാര്യം മുടങ്ങി നിൽപ്പുണ്ടെങ്കിലും ഈ നാളുകാർക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും വായ്പയോ അല്ലെങ്കിൽ കടവോ അല്ലെങ്കിൽ നിങ്ങൾ പലിശയ്ക്കോ കാശ് കൊടുക്കുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങളുടെ ബിസിനസ് അതാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾ വേറെ ആരെ കൊണ്ടെങ്കിലും കൊടുപ്പിക്കുവോ അല്ലെങ്കിൽ അവർ വന്ന് ചോദിച്ച എമൗണ്ട് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി മേശപ്പുറത്ത് വയ്ക്കുക.
മേശപ്പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ചുമ്മാ അവരങ്ങ് ആ നോട്ട് എടുക്കാൻ സമ്മതിക്കാതെ ആ നോട്ടിൻ്റെ പുറത്ത് ഒരു പേനയെങ്കിലും വെച്ചിരിക്കണം. അവരെന്ത് ചെയ്യും, അപ്പം ആ പേന എടുത്ത് താത്തിയിട്ടാണ് ഈ നോട്ട് എടുക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല, ഉറപ്പ് കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ കേസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങി വരേണ്ടി വരും. അതല്ലെങ്കിൽ ഈ കാശിൻ്റെ പ്രശ്നം പറഞ്ഞ് അടിപിടി കേസിലൊക്കെ അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ കാശ് കൊടുത്താൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണേലും നിങ്ങൾക്ക് കുടുംബത്തെ, അതായത് കുടുംബം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഭാര്യയും ഭർത്താവും മക്കളും ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ കൂടുന്ന നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തെ ചെറിയ ചെറിയ കലഹങ്ങളും ഒക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ നമ്മളങ്ങ് വഴി മാറി അങ്ങ് പൊക്കോണം. നമ്മളായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് നിൽക്കരുത്. ഈ 9 നാളിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഒരു 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് ഈ സാമ്പത്തികപരമായിട്ട് വല്ല കലാപരമായിട്ടുമൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനോട് പോകാവുള്ളൂ. അതല്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. 18 വയസ്സിന് മേളിലോട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അതായത് ഈ നാളുകാർക്ക് ഇപ്പോഴെന്ന് പറഞ്ഞിരുന്നത് ഇവരുടെ സമയം ശുക്രനും വ്യാഴവും ഏകദേശം നേർരേഖയെ വരുന്നുണ്ട് ഇവരുടെ ഈ നാളുകാർക്ക്. അതാണ് ഇവർക്ക് ഇത്രയും നല്ല ഒരു സമയം എന്ന് പറയാനായിട്ട് കാര്യം. ഇവരെന്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. സമയം വളരെ നല്ലതാണേലും അതിൻ്റെ ഇപ്പുറേ വശത്ത് ഒരു ശകല മോശ സമയം കൂടെ കാണുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകും. അങ്ങനെ പെടിഞ്ഞ് ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു മോശപ്പേര് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ പിന്നെ എന്തായിരിക്കും, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ ഒരു കാഴ്ചപ്പാട്ടിലെ ജനവും നമ്മുടെ വീട്ടുകാരും ഒക്കെ നമ്മളെ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ കാശ് സാമ്പത്തികമൊന്നും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. അപ്പം എല്ലാവരും പറയും കാശുണ്ടേ നാണോ മാനോ ഒക്കെ അങ്ങ് മാറിപ്പോകുന്നു. ഒന്നുമല്ല, എല്ലാവരുടെയും മനസ്സിൽ അതൊക്കെ തന്നെ ഇരിക്കും. അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും, സമ്പത്തിനെ കഴിഞ്ഞ് ഏറ്റവും വലുതാണ് നമ്മുടെ മാനാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യം. അത് കളഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഒന്ന് പെട്ടുപോകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മളെ പെടുത്തി കളയാനുള്ളൊരു സാധ്യത ഈ നാളുകാർക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഭദ്രത ഭയങ്കരമാകട്ടോ. എന്ത് ചെന്ന് തൊട്ടാലും പൊന്നു വിളയും. അതായത് അവർ കമന്ന് വീണാൽ പോലും പണം കൊണ്ടേക്കുന്ന സമയമാണ് ഈ 3 മാസം. ഈ 3 മാസം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് മാത്രം മതി, എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാം, നമ്മൾ ഏത് രീതിയിൽ പോയാൽ നമ്മുടെ കയ്യിൽ കാശ് വരും. അല്ലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാലങ്ങളായിട്ട് കാശ് മേടിച്ചിട്ട് തിരിച്ചു തരാത്തവർ കാണും. അവരോട് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചോ, ആ കാശ് വരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വന്നേക്കുന്നത്. അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം കൂടെ വേണം. രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നവർ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഭയങ്കരമായിട്ട് ഈ 9 നാളുകാർക്ക് കുടുംബകലഹം ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്നുണ്ട് നോക്കിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾ എവിടെയാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങളൊന്ന് പോയി പ്രാർത്ഥിക്കുക. കാരണം ഇവർക്കൊരു ചെറിയൊരു അപകടം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഒന്ന് വണ്ടി തട്ടാനോ മുട്ടാനോ അല്ലെങ്കിൽ ഒന്ന് സ്കൂട്ടിയെന്നോ അല്ലെ ബൈക്കേന്നോ ഒന്ന് വീഴാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. എല്ലാം നല്ലതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാമ്പത്തികമായിട്ട് ഭദ്രത വളരെ നല്ലതാണ്. എന്ത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും പൊന്നു വിളയും. അത്രയ്ക്ക് നല്ലതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂട്ടിക്കോണം കേട്ടോ. അപ്പോൾ ഈ 9 നാളുകാരും അത്രയ്ക്ക് വിശേഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യാഴവും ശുക്രനും കൂടെ നേർരേഖയിലാണ് ഈ നാളുകാർക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം പോർക്ക് തന്നെ ചെയ്തോണം. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ചെന്നിങ്ങനെ തലയിട്ട് കൊടുക്കാൻ നിൽക്കരുത്, ഇടപെടരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വഴിമാറിപ്പോയിക്കോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റ ബൈ ബൈ. ഓക്കെ.